ഇതാണ് വേങ്ങരയിലെ അവസ്ഥ. കല്യാണം വിരുന്നൊന്നുമല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. കേരളത്തിൽ UDF അധികാരത്തിലേറ്റാൻ സ്വന്തം മണ്ഡലമായ വേങ്ങരയിലെ സ്ഥാനാർത്ഥി KM ഷാജിക്ക് വൻ ഭൂരിപക്ഷം സമ്മാനിക്കാൻ പകലില്ലാതെ അധ്വാനിക്കുകയാണ് ഇങ്ങനെ കുറച്ച് മനുഷ്യർ. ഈ ഇരിക്കുന്നവരിൽ കോൺഗ്രസുകാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, UDF മുന്നണിയിൽപ്പെട്ട മറ്റെല്ലാ പാർട്ടിക്കാരുമുണ്ട്. ഒതുക്കുങ്ങൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും ഒതുക്കുങ്ങൽ പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വമാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഓരോ പഞ്ചായത്തിലും ഉണ്ടായ പുതിയ ബൂത്തുകളിലേക്ക് ക്കും ലഗാനുമില്ലാതെ ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്ത വോട്ടുകൾ വലിയ തലവേദന തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വീട്ടിലെ ഒരാൾ ഒരു ബൂത്തിലും മറ്റൊരാൾ മറ്റൊരു ബൂത്തിലും ഒക്കെയാണ് ഉള്ളത്. പല വീടുകളിലെ അവസ്ഥ വ്യത്യസ്തമാണ്. 2 പേർ ഒരു ബൂത്തിലും 4 പേർ മറ്റൊരു ബൂത്തിലും അങ്ങനെ ഒരുപാട്. ഈ വക കൂട്ടിക്കുഴച്ചിലുകളെല്ലാം പഠിച്ച് അവനവന്റെ ബൂത്തിലെ വോട്ടർമാരെ തിരിച്ചറിയാത്തവരെ കുറിച്ച് പരസ്പരം ചോദിച്ചറിയാൻ ഉണ്ടാക്കിയ ഒരു വേദി. ബൂത്ത് കൺവീനർമാരും ചെയർമാൻമാരും ഒരുമിച്ചിരുന്ന ഒരു വേദി. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ഒരു കൂടിയിരുത്തം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. പുതിയ ബൂത്തുകൾ വന്നത് കാരണം കൊണ്ട് തന്നെ സ്വന്തം വീട് പരിസരത്ത് നിന്നും 3 കിലോമീറ്റർ മാറിയൊക്കെയാണ് ഓരോരുത്തരുടെയും ബൂത്ത് വന്നിട്ടുള്ളത്. ഫീൽഡ് സ്റ്റഡി നടത്താതെ എങ്ങനെയൊക്കെ ബൂത്ത് ഉണ്ടാക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ഇലക്ഷന് മുമ്പെങ്കിലും ഇങ്ങനെ ബൂത്ത് മാറിപ്പോയവരെ ഒരുമിപ്പിക്കാനുള്ള ഒരു സൗകര്യം തരേണ്ടതല്ലേ? എന്തായാലും ഇപ്രാവശ്യത്തെ വോട്ട് ആരും മിസ്സാക്കരുത്. വോട്ട് ചെയ്യാതിരിക്കുന്നവരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് പോലും. അങ്ങനെ ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ CAA NRC പോലത്തെ വിഷയങ്ങളിൽ ഇത് ഉപയോഗിക്കാനും ചാൻസ് ഉണ്ടത്രേ. രാഷ്ട്രീയവാദമൊക്കെ വെടിഞ്ഞ് 10 വർഷമായി കേരളത്തിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന ദുരിതം അവസാനിപ്പിക്കാൻ UDF സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണേ. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് KSRTC യാത്ര സൗജന്യമാക്കും. കേരളത്തിലെ ഓരോ കുടുംബത്തിനും ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസും കിട്ടും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപയും കിട്ടും. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ പലിശയില്ലാതെ വായ്പയും കിട്ടും. ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കും. ഇതൊക്കെയാണ് ആ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ. നമ്മുടെ നികുതിപ്പണം ദൂർത്തടിച്ച് നശിപ്പിച്ച് കേരളത്തെ ഇല്ലായ്മ ചെയ്ത കേരളത്തിലെ പൊതുജനത്തോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ അഹങ്കാരികളെ മൂലക്കിരുത്താൻ സമയമായി കൂട്ടരെ. ഓരോ വോട്ടും UDF ചെയ്ത് വിജയിപ്പിക്കുക.